ഇന്ന് നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന സെക്ഷനിലെ കുറെ പ്രോബ്ലംസ് കൂടെ പരിചയപ്പെടാം. ഫസ്റ്റ് പ്രോബ്ലം, ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. സൈൻ എക്സ്, കോസ് എക്സ് എന്നിവയുടെ പവേഴ്സിന്റെ പ്രോഡക്റ്റ് വരുമ്പോൾ ഓഡ് ഫംഗ്ഷനെ മാറ്റി നിർത്തി ഈവൻ ഫംഗ്ഷനിൽ വരുന്ന ട്രിഗണോമെട്രിക് എക്സ്പ്രഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഉദാഹരണത്തിന് ഇവിടെ സൈൻ ക്യൂബ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ് വന്നപ്പോൾ 3 ഓഡ് പവർ ആയതുകൊണ്ട് കോസ് സ്ക്വയർഡ് എക്സ് എന്ന എക്സ്പ്രഷൻ എടുത്ത് കോസ് എക്സിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഓഡ് പവറിനെ മാറ്റി നിർത്തി ഈവൻ പവറിൽ വരുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇനി അഥവാ രണ്ടും ഓഡ് പവേഴ്സ് ആണെങ്കിൽ അതിൽ ഹയസ്റ്റ് പവർ വരുന്ന ട്രിഗണോമെട്രിക് എക്സ്പ്രഷന് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ഈവൻ പവറും ഒന്ന് ഓഡ് പവറും ആയപ്പോൾ ഓഡ് പവർ വരുന്ന സൈൻ ക്യൂബ് എക്സിനെ മാറ്റി നിർത്തിയിട്ട് കോസ് സ്ക്വയർഡ് എക്സിലെ കോസ് എക്സിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഡിഫറൻസിയേഷൻ. മൈനസ് സൈൻ എക്സ് is equal to du by dx. Minus sin x dx is equal to du. Therefore, sin x dx is equal to minus du. അത്രയും ക്ലിയർ ആണല്ലോ. ഓഡ് പവറായ സൈൻ ക്യൂബ് എക്സിനെ മാറ്റി നിർത്തി ഈവൻ പവറുള്ള കോസ് സ്ക്വയർഡ് എക്സ് എടുത്ത കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, ഇനിയും ഈ കോസ് സ്ക്വയർഡ് എക്സിന് നമുക്ക് യു സ്ക്വയർ എന്ന് കൊടുക്കാം. ഇതിലെ ഒരു സൈൻ എക്സ് ഡി എക്സ് എടുത്താൽ മൈനസ് ഡി യു എന്ന് കൊടുക്കാം. പിന്നെ ബാക്കി വരുന്നത് സൈൻ സ്ക്വയർഡ് എക്സ് ആണ്. സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ഡി എക്സ് മാറ്റിയാൽ പിന്നെ സൈൻ സ്ക്വയർഡ് എക്സ് വരും. ആൻഡ് വി നോ ദാറ്റ് സൈൻ സ്ക്വയർഡ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർഡ് എക്സ്. That is 1 minus u square. Therefore, the question becomes integral sin cube x cos squared x dx is equal to integral sin square x into cos squared x into sin x dx എന്ന് ഞാൻ എഴുതി. sin cube x is sin squared x into sin x. അങ്ങനെ എഴുതാൻ കാരണം സൈൻ എക്സ് ഡി എക്സ് നമുക്കറിയാം. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർഡ് എക്സ് ഈസ് 1 മൈനസ് യു സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർഡ് എക്സ് ഈസ് യു സ്ക്വയർ ആൻഡ് സൈൻ എക്സ് ഡി എക്സ് ഈസ് മൈനസ് ഡി യു. മൈനസ് യു സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വെളിയിലുള്ളത് മൈനസ് യു സ്ക്വയർ. മൈനസ് യു സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു മൈനസ് യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ minus u square into minus u square plus u raised to 4 du, and here the integration is with respect to u. This is equal to minus u square in the integral u raised to 3 by 3 2 plus 1 എന്ന് വരും plus u raised to 5 by 5 plus c. u ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു and u is cos x. Therefore, minus cos cube x by 3 plus cos raised to 5x by 5 plus c. ഒരു പ്രാവശ്യം കൂടെ പറയാം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയ സൈൻ എക്സ് കോസ് എക്സ് എന്നിവയുടെ പവേഴ്സിന്റെ പ്രോഡക്റ്റ് വരുമ്പോൾ ഒന്ന് ഓടും ഒന്ന് ഈവനുമാണെങ്കിൽ ഈവൻ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. രണ്ടും ഓഡ് ആണെങ്കിൽ ഹയസ്റ്റ് ഓഡ് പവറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം, ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ ഓഫ് 1 by 1 plus tan x. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 1 by 1 plus tan x. 1 by 1 plus or minus tan x, അതായത് 1 plus tan x or 1 minus tan x. 1 by 1 plus cot x or 1 minus cot x വരുമ്പോൾ tan x ആണെങ്കിൽ sin x by cos x എന്ന് എഴുതി ചെയ്യുക.
കോട്ടെക്സ് ആണെങ്കിൽ കോസെക്സ് ബൈ സൈനെക്സ് എന്നെഴുതി ചെയ്യുക. ഒന്നുകൂടെ പറയാം. 1/1 പ്ലസ് ഓർ മൈനസ് ടാനെക്സ് വന്നാൽ ടാനെക്സിനെ സൈനെക്സ് ബൈ കോസെക്സ് എന്നെഴുതി ഇൻ ടേംസ് ഓഫ് സൈനെക്സ് ആൻഡ് കോസെക്സ് ആക്കുക. 1/1 പ്ലസ് ഓർ മൈനസ് കോട്ടെക്സ് ആണെങ്കിൽ കോട്ടെക്സിനെ കോസെക്സ് ബൈ സൈനെക്സ് എന്നെഴുതി ഇൻ ടേംസ് ഓഫ് സൈനെക്സ് ആൻഡ് കോസെക്സ് ആക്കി ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈനെക്സ് ബൈ കോസെക്സ് ക്രോസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും 1 ബൈ കോസെക്സ് പ്ലസ് സൈനെക്സ് ബൈ കോസെക്സ് ഡി എക്സ്. cos x plus sin x by cos x dx and 1 by cos x plus sin x by cos x or reciprocal of cos x plus sin x by cos x is integral cos x dx by cos x plus sin x. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൻ്റെ എക്സ്പ്രഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഡിനോമിനേറ്ററിൻ്റെ ടേംസിൽ ന്യൂമറേറ്ററിനെ എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ ഈസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് divided by cos x plus sin x. ശ്രദ്ധിച്ചേ, cos x plus sin x ഡിനോമിനേറ്റർ ആണ്. അപ്പം മേളിൽ cos x plus sin x കൊണ്ടുവന്നു. ഇവിടെ cos x ആണുള്ളത്, അതുകൊണ്ട് cos x മൈനസ് sin x കൂടെ കൊണ്ടുവന്നു. sin xും sin xും ക്യാൻസൽ ആകുമ്പോൾ 2 cos x വരും. ക്യാൻസലേഷൻ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് 1/2 എന്നും കൂടെ കൊടുക്കുന്നു. അപ്പോൾ ന്യൂമറേറ്ററിൽ sin xും sin xും ക്യാൻസൽ ആകുമ്പോൾ 2 cos x, 2 ക്യാൻസൽ ആകുമ്പോൾ cos x ബൈ cos x പ്ലസ് sin x കൊണ്ടുവരുന്നു. ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ ആദ്യം ന്യൂമറേറ്ററിൽ അതുപോലെ എഴുതുക. ന്യൂമറേറ്ററിൽ കോസ് എക്സ് ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സ് ക്യാൻസൽ ആയി പോകാൻ വേണ്ടി അങ്ങനെ കൊടുക്കുക. അപ്പോൾ 2 കോസ് എക്സ് വരും. 2 കോസ് എക്സ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വെളിയിൽ 1/2 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ടേം ബൈ ടേം ഡിവിഷൻ വെച്ചാണ് കോഷ്യൻ റൂള് ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നത്. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇത്ര ഒന്നിച്ചെടുക്കുന്നു, ഇതൊന്നിച്ചെടുക്കുന്നു. പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സും കോസ് എക്സ് പ്ലസ് സൈൻ എക്സും ക്യാൻസൽ ആകും. 1 പ്ലസ് 1 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, ന്യൂമറേറ്ററിൽ അതിൽ ഒരെണ്ണത്തിൻ്റെ ചിഹ്നം മാത്രം മാറിയിരിക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 ഈസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. ഡിനോമിനേറ്ററിന് യു എന്ന് കൊടുക്കുന്നു. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു യു. ദിസ് ഈസ് ഈക്വൽ ഓൺ ഡിഫറൻസിയേഷൻ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. നമുക്കിവിടെ ഉള്ളത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആണ്. അത് തന്നെ കിട്ടി. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് dx is equal to du. Therefore, this is equal to half into x plus integral du by u. This is equal to half into x plus integral of 1 by u with respect to u is log modulus u plus c
യുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് മോഡുലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോം ഇതാണ്: 1/1 പ്ലസ് ഓർ മൈനസ് ടാൻ എക്സ് ഓർ 1/1 പ്ലസ് ഓർ മൈനസ് കോട്ട് എക്സ്. ആദ്യം ഇൻ ടേംസ് ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആക്കുക. അപ്പോൾ ഇതുപോലെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ കൊണ്ടുവരിക. അതിനുശേഷം ഡിനോമിനേറ്ററിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉറപ്പായിട്ടും ഈ മാതിരി പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. ഡൗട്ടുള്ളവർ വീഡിയോ പല പ്രാവശ്യം റീപ്ലേ ചെയ്ത് കേൾക്കുക. ഓക്കെ. തേർഡ് പ്രോബ്ലം: evaluate the integral of 1 by x minus root x. Third question: integral 1 by x minus root x dx. സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പ്രോബ്ലംസിൽ നിന്നും അല്പം വ്യത്യാസമുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ റൂട്ട് എക്സ് വരുന്ന ക്വസ്റ്റ്യനിൽ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ 1/√ എക്സ് വെളിയിൽ കിട്ടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ റൂട്ട് എക്സ് വെളിയിലെടുക്കുന്നു. എക്സിൽ നിന്ന് റൂട്ട് എക്സ് എടുത്താൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ് എക്സ്. റൂട്ട് എക്സിൽ നിന്ന് റൂട്ട് എക്സ് വെളിയിലെടുത്താൽ 1. ഓക്കെ. റൂട്ട് എക്സ് വെളിയിലെടുത്തപ്പോൾ റൂട്ട് എക്സ് മൈനസ് 1 ഡി എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് റൂട്ട് എക്സ് മൈനസ് 1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺസ്റ്റൻ്റ് കൂടെ ചേർത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ പ്രോബ്ലം കുറച്ചുകൂടെ സിമ്പിളാകും. ഡെറിവേറ്റീവ് ഓഫ് root x is 1/2 root x and derivative of 1 is 0 is equal to du by dx. Therefore 1/2 root x dx is equal to du. പക്ഷേ ഇവിടെ നമുക്ക് 1/√x dx ഉള്ളൂ. Therefore 1/√x dx is equal to ഈ 2 ഇവിടെ വേണ്ട, ക്രോസ് ചെയ്ത് മേളോട്ട് പോയി 2 du. Okay. Therefore integral 1/x minus root x dx is, ഞാൻ അല്പം കൂടെ നീറ്റായിട്ട് ഇത് എഴുതുന്നു. ഈ ഡി എക്സ് 1/√x dx ഒന്നിച്ചെഴുതുന്നു, കാരണം അതിൻ്റെ വാല്യൂ 2 du ആണ്. ബാക്കിയുള്ളത് 1/√x minus 1 ഇൻറ്റു dx by√x. നോക്കിയേ, 1 എഴുതി, dx എഴുതി, √x എഴുതി, √x മൈനസ് 1 എഴുതി. This is equal to integral 1/√x minus 1 is u and dx by √x is 2 du. Okay, 2 is a constant taking outside. Integral of 1/u is log modulus u plus c, that is equal to 2 log modulus of root of x minus 1 plus c. അപ്പോൾ ഇവിടെ റൂട്ട് എക്സ് വെളിയിലെടുത്ത ശേഷമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഓക്കെ. ഫോർത്ത് പ്രോബ്ലം: ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ ഓഫ് e⁻²x minus 1 by e⁻²x plus 1. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും e⁻x കോമൺ എടുക്കുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ന്യൂമറേറ്ററിൽ നിന്നും e⁻x എടുത്താൽ e⁻²x എന്ന് പറഞ്ഞാൽ e⁻x ഇൻറ്റു e⁻x ആണ്. ഒരു e⁻x എടുത്തു കഴിഞ്ഞാൽ e⁻x. ഇവിടെ e⁻x കോമൺ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് 1/e⁻x എന്ന് വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലപ്പോൾ എങ്ങനെയായിരിക്കും? ഈ e⁻²xൽ നിന്ന് e⁻x കോമൺ എടുത്താൽ ഒരു e⁻x വരും. 1ൽ നിന്ന് കോമൺ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് 1/e⁻x. ഓക്കെ. e⁻xും e⁻xും ക്യാൻസൽ ആവും. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ e⁻x മൈനസ് 1/e⁻x ഈസ് e⁻x divided by e⁻x plus e⁻x dx. ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും e⁻xും e⁻x ആണുള്ളത്. ഡിനോമിനേറ്ററിൽ പ്ലസും ന്യൂമറേറ്ററിൽ മൈനസുമാണ്. ഇങ്ങനെ വ്യത്യസ്ത ചിഹ്നം വരുമ്പോൾ ഡിനോമിനേറ്ററിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. പുട്ട് e⁻x plus e⁻x is equal to u.
സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഡിഫറൻസിയേഷൻ. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഈസ് ഇ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1. മൈനസ് എക്സിനെ എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് തന്നെ ഇ റേസ് ടു മൈനസ് എക്സ്, എക്സ് ആയിട്ട് വിചാരിച്ച മൈനസ് എക്സിൻ്റെ -1 ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. നൗ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. ദാറ്റ് ഈസ് അവർ ഡിനോമിനേറ്റർ. Therefore, integral of e raised to 2x minus 1 by e raised to 2x plus 1 dx. Our question is integral എന്താണ് e raised to x minus e raised to minus x dx by e raised to x plus e raised to minus x. Now e raised to x minus e raised to minus x is du, integral du by u, and integral of 1 by u is log modulus u plus c. u വിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ log modulus e raised to x plus e raised to minus x plus c എന്ന് വരും. Fifth problem. Evaluate the integral of 1 by cos squared x into 1 minus tan x the whole square. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ലിസൺ ഹിയർ 1 by cos squared x is sec squared x and the derivative of tan x is sec squared x. ഇവിടെ 1 by cos squared x എന്ന് തന്നിരിക്കുന്നത് sec squared x ആണ്. അത് tan xന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ tan xന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. കോൺസ്റ്റന്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1 minus tan x u എന്ന് കൊടുക്കാം. Next step, differentiation. Derivative of 1 is 0. Derivative of tan x is sec squared x minus sec squared x dx is equal to du. നമുക്ക് നെഗറ്റീവ് ആവശ്യമില്ല. Therefore sec squared x dx is equal to minus du. Therefore integral 1 by cos squared x into 1 minus tan x the whole square dx is equal to integral 1 by cos squared x dx ഉള്ളതിനെ sec squared x dx എന്ന് നമുക്ക് എഴുതാം. 1 by cos squared x dx is sec squared x dx by 1 minus tan x the whole square. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. This is equal to integral. What is sec squared x dx? Minus du, and 1 minus tan x is u, therefore u square. ഈ 1 by cos squared x sec squared x ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. This is equal to minus integral of പവർ താഴെ വന്നാൽ അത് ന്യൂമറേറ്ററിൽ കൊണ്ടുവരണം. u raised to minus 2 du. ഡിനോമിനേറ്ററിലിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യരുത്. This is equal to minus u raised to minus 2 plus 1 by minus 2 plus 1 plus c. That is minus u raised to minus 1 by minus 1 plus c. Minus minus 1 is plus and u raised to minus 1 is 1 by u plus c. ശ്രദ്ധിക്കുക, രണ്ട് നെഗറ്റീവ് വന്നപ്പോൾ ഇത് പോസിറ്റീവായി. u raised to minus 1 is 1 by u. That is 1 by u is 1 minus tan x plus c. Okay. Last problem. Evaluate the integral of root tan x divided by sin x into cos x. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. റൂട്ട് ടാൻ എക്സിൻ്റെ സ്ഥാനത്ത് റൂട്ട് കോട്ടെക്സ് ഇട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന് മുമ്പ് റൂട്ട് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് റൂട്ട് ടാൻ എക്സ് ഇങ്ങനെ വരും. റൂട്ട് ടാൻ എക്സ് ഇൻറ്റു റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ root tan x into
sin x into cos x dx. Now root tan x into root tan x is tan x. Root tan x into root tan x is tan x by root tan x into sin x cos x dx. ഇനി ഈ റൂട്ട് ടാൻ എക്സിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ ടാൻ എക്സ് ബൈ സൈൻ എക്സ് കോസ് എക്സ് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 ബൈ റൂട്ട് ടാൻ എക്സ്, അതവിടെ കിടന്നോട്ട്, ഇൻറ്റു ടാൻ എക്സ് ഈസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. ശ്രദ്ധിക്കുക, 1 ബൈ റൂട്ട് ടാൻ എക്സ് അവിടെ നിർത്തി, ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈൻ എക്സും കട്ടാകും 1 ബൈ റൂട്ട് ടാൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർഡ് എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർഡ് എക്സ് ഡിനോമിനേറ്ററിലാണ്. ആൻഡ് 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് ഈസ് സിക്സ് സ്ക്വയർഡ് എക്സ് ആൻഡ് ദാറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് നമുക്ക് സിക്സ് സ്ക്വയർഡ് എക്സ് കിട്ടി. അത് ക്വസ്റ്റ്യനിലുള്ള ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ദെർഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു യു. ദെർഫോർ സിക്സ് സ്ക്വയർഡ് എക്സ് ഈസ് ഡി യു ബൈ ഡി എക്സ്. ഓർ 6 squared x dx is equal to 6 squared x dx is equal to du. This is equal to integral du by root u, and the integral of 1 by root u is 2 root u plus c. 1 by root u ഒരുപാട് പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. 2 root u എന്ന ഇന്റഗ്രൽ കാണാതെ പഠിക്കാം. This is equal to 2 into root of tan x plus c. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് കഴിഞ്ഞു. കൂടുതൽ പ്രോബ്ലംസ് സ്വയം ചെയ്ത് പഠിക്കുക. ഓക്കെ.